നിങ്ങളുടെ ഫോണിൽ തീരെ ചാർജ് ഇല്ല എന്ന് കരുതുക. അതേ സമയം തന്നെ നിങ്ങൾക്ക് ഒരു ഫോൺ വന്നു. ബാറ്ററി ലോ ആണ്. ബീപ്പ് ബീപ്പ് സൗണ്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുമുണ്ട്. ആ സമയത്ത് നിങ്ങൾ എങ്ങനെയായിരിക്കും ഫോണിൽ സംസാരിക്കുക? ഫോൺ ചെയ്ത ആളോട് നിങ്ങൾ പറയും, വേഗം വേഗം പറയൂ, എൻ്റെ ഫോണിൽ തീരെ ചാർജ് ഇല്ല. അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ പറയാറുള്ളത്? വേഗം പറയൂ, ബാറ്ററി ലോ ആണ് എന്ന് പറയാമെങ്കിൽ അവനവനോടും ഇത് തന്നെ പറയാമല്ലോ. സ്പീക്ക് ക്വിക്ക്ലി, മൈ സോൾ ബാറ്ററി ഈസ് ലോ. പറയൂ. ഇത് ചെയ്യാനാവുമോ? മിനിമമായി സംസാരിക്കുക. സംസാരം ഒരിക്കലും ഒരു കഥയായി മാറരുത്. ഇങ്ങനെയുണ്ടായി, പിന്നെ അങ്ങനെ സംഭവിച്ചു, എന്നിട്ട് അവർ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകരുത്. ആവശ്യമുള്ള കാര്യം എപ്പോഴും 2 ലൈനിൽ ഒതുക്കാനാവണം. വാക്കുകളിൽ നിയന്ത്രണം കൊണ്ടുവരണം. കൺട്രോൾ ഓവർ വേർഡ്സ്. പെരുപ്പിച്ച് വളരെ വലുതാക്കി കാര്യങ്ങൾ പറയുന്നത് മനസ്സിൻ്റെ ശൂന്യതയുടെ ലക്ഷണമാണ്. ഇത് മറ്റുള്ളവരുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന തരത്തിലുള്ള ഒരു സ്വഭാവമാണ്. അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ. അതാണിത്. നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ കൂടുതൽ പേരുടെ ശ്രദ്ധ നമ്മളിലേക്ക് എത്തുന്നു. കുറച്ചു സംസാരിക്കൂ, പതുക്കെ സംസാരിക്കൂ, മധുരമായി സംസാരിക്കൂ. ഇങ്ങനെയാണ് പരമാത്മാവ് പറയുന്നത്. സ്പീക്ക് ലെസ്, സ്പീക്ക് സോഫ്റ്റ്ലി, സ്പീക്ക് സ്വീറ്റ്ലി. അപ്പോൾ പിന്നെ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ഓട്ടോമാറ്റിക്കായി തന്നെ ബ്ലെസ്സിങ്സായി മാറും. മൊബൈൽ ഫോൺസ് വരുന്നതിന് മുൻപ് ആ കാലങ്ങളിൽ ഫോൺ ചെയ്യാനായി ടെലിഫോൺ ബൂത്തുകളാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ റിട്രീറ്റ് സെൻറ്ററിലും അങ്ങനെയുള്ള ടെലിഫോൺ ബൂത്ത് ഉണ്ടായിരുന്നു. നമ്മൾ ഫോൺ ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് സ്പീക്ക് ലെസ്, സ്പീക്ക് സോഫ്റ്റ്ലി, സ്പീക്ക് സ്വീറ്റ്ലി ഇങ്ങനെ ഒരു പോസ്റ്റർ ഒട്ടിച്ചിരുന്നു. ഒരിക്കൽ ഒരു സഹോദരൻ ഫോൺ ചെയ്യാനായി വന്നു. ഈ പോസ്റ്റർ വായിച്ച് അദ്ദേഹം അങ്ങനെ നിന്നുപോയി. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അദ്ദേഹം പറഞ്ഞു, കുറച്ചു സംസാരിക്കണം, പതുക്കെ സംസാരിക്കണം, ഒപ്പം മധുരമായും സംസാരിക്കണം. ഇതെല്ലാം എങ്ങനെ സാധിക്കും? എന്ത് പറയും? എങ്ങനെ പറയും? അദ്ദേഹം ഫോൺ താഴെ വെച്ചു. എന്നിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഫോൺ ചെയ്യാതെ മടങ്ങിപ്പോയി. എനിക്കിപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ മുഖഭാവം ഓർമ്മയുണ്ട്. ഇറ്റ്സ് നോട്ട് നീഡഡ്. ഇങ്ങനെയാണ് ഊർജം സംരക്ഷിക്കുന്നത്. കൺസേർവ് എനർജി. നമ്മൾ എത്രയധികം സംസാരിക്കുന്നുവോ നമുക്ക് അത്രയധികം സന്തോഷം ലഭിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സന്തോഷം പുറമേയുള്ള വസ്തുക്കളിൽ തേടി നടക്കാൻ ശ്രമിക്കുന്നു. മനസ്സ് വിഷമിച്ചാൽ വേഗം ആരെയെങ്കിലും ഒന്ന് ഫോൺ ചെയ്യണം. ഇവരോട് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിനൊരു സുഖം തോന്നുന്നുണ്ട് എന്നാണ് നമ്മൾ പറയാറുള്ളത്. മറ്റാരോടെങ്കിലും സംസാരിച്ചാൽ എൻ്റെ മനസ്സ് ഓക്കെ ആവുമോ? എൻ്റെ മനസ്സിന് ഒന്ന് സ്വയം സംസാരിക്കുകയോ ഭഗവാനോട് സംസാരിക്കുകയോ ചെയ്താൽ സുഖം ലഭിക്കില്ലേ? പറയൂ. ഇങ്ങനെ ചെയ്യാൻ കഴിയില്ലേ? പക്ഷെ വീണ്ടും വീണ്ടും നമ്മുടെ ഡിപ്പെൻഡൻസി എവിടേക്കാണ് പോകുന്നത്? നമുക്ക് ആദ്യം തന്നെ ഫോൺ കോൾസിൽ നിയന്ത്രണം കൊണ്ടുവരാം. ആരെയെങ്കിലും ഫോൺ ചെയ്യാനായി ഡയൽ ചെയ്യുന്നതിന് മുൻപ് തന്നെ എത്ര സമയം സംസാരിക്കണമെന്ന് തീരുമാനിക്കണം. ഏത് കാര്യത്തിന് വേണ്ടിയാണ് ഫോൺ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കാണ് അറിയുക. മാത്രമല്ല, കഴിയുന്നതും മെസ്സേജ് അയച്ച് കാര്യം അറിയിക്കാൻ ശ്രദ്ധിക്കുക. അതിനുവേണ്ടി ശ്രമിക്കുക. എനർജി ഈസ് സേവ്ഡ്. സംസാരിക്കണമെങ്കിൽ തന്നെ ഒരു നിമിഷം ആദ്യം സൈലൻസിൽ ഇരുന്ന് അവർക്ക് നല്ല എനർജി നൽകിയതിന് ശേഷം അപ്പോൾ മാത്രം ആ ഫോൺ കോൾ ആരംഭിക്കുക. ഓരോ ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയും പോസിറ്റീവ് വൈബ്രേഷനോടുകൂടി ബോധപൂർവം നൽകുക. കുറച്ച് ദിവസം നമ്മളിത് ശ്രദ്ധിക്കേണ്ടി വരും. കുറച്ച് ദിവസങ്ങൾ മാത്രമേ അറ്റൻഷൻ വെക്കേണ്ടി വരികയുള്ളൂ. അതിനുശേഷം അത് നമ്മുടെ ശീലമായി, നമ്മുടെ ഹാബിറ്റായി മാറും. ഏത് ശീലവും മാറ്റിയെടുക്കാനുമാവും. ഇന്ന് നമ്മൾ സ്വന്തം കാര്യം മാത്രമല്ല സംസാരിക്കാറുള്ളത്. നമ്മൾ ആരെക്കുറിച്ച് വേണമെങ്കിലും സംസാരിക്കാറുണ്ട്. രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടേയിരിക്കും. എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ അതേക്കുറിച്ചും സംസാരിക്കും. ഒരേ കാര്യത്തെക്കുറിച്ച് പലതവണ ചർച്ച ചെയ്യുന്നു. ഇതിലൂടെ നമ്മുടെ ഊർജ്ജമാണ് നഷ്ടപ്പെടുന്നത്. ഇത് നമ്മൾ അറിയാതെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു.
ആ സംഭവത്തിൽ എനിക്ക് ഒരു റോളുമില്ല. അതിനെ കൺട്രോൾ ചെയ്യാനും എനിക്ക് കഴിയില്ല. അതിനുവേണ്ടി നമുക്ക് ഒന്നും ചെയ്യാനാവില്ല. ഒരു കാര്യം മാത്രമേ നമുക്കെല്ലാവർക്കും ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ആ സംഭവത്തിൻ്റെ നന്മയ്ക്കായി 2 മിനിറ്റ് നിശബ്ദമായി ഇരുന്ന് പരമാത്മാവുമായി കണക്റ്റായിക്കൊണ്ടിരുന്ന് അവിടേക്കും ബ്ലെസ്സിങ്സ് അയക്കാം. ആ വ്യക്തിക്കും ആ സംഭവത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും ചെയ്യാം. എന്നാൽ ഇതൊക്കെ ചെയ്യുന്നതിന് പകരം നമ്മൾ അതേക്കുറിച്ച് വെറുതെ സംസാരിച്ച് സമയം കളയുന്നു. സംസാരം കുറവാകുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായി പതുക്കെ സംസാരിക്കാനും തുടങ്ങും. ധാരാളം ചിന്തിക്കുമ്പോഴാണ് കൂടുതൽ സംസാരിക്കുന്നത്. സംഭാഷണത്തിൻ്റെ സ്പീഡ് കൂടുമ്പോൾ എന്താണ് പറഞ്ഞു പോയതെന്ന് നമുക്ക് തന്നെ സംശയമാകുന്നു. Too many thoughts coming out as words. അമിതമായ ചിന്തകൾ വാക്കുകളായി പുറത്തേക്ക് വരുന്നു. മധുരമായി സ്വീറ്റായി സംസാരിക്കുക എന്നാൽ അനുഗ്രഹങ്ങൾ ചൊരിയുക എന്നാണ് അർത്ഥം. മധുരമായി സ്വീറ്റായി എന്ന് വെച്ചാൽ ഹൈ വൈബ്രേഷണൽ വേർഡ്സ് എന്നാണ് അതിനർത്ഥം. ഹൈ വൈബ്രേഷണൽ വേർഡ്സ്. ആരെങ്കിലും വളരെ ആശങ്കയോടെ വറീഡായിട്ട് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണെങ്കിലും അവരോട് പറയും, വിഷമിക്കേണ്ട, എല്ലാം പെർഫെക്റ്റ് ആവും. എവ്രിതിങ് വിൽ ബി പെർഫെക്റ്റ്. എല്ലാം പെർഫെക്റ്റ് ആകും എന്നൊരു വരം അവർക്ക് നൽകുക. നിങ്ങൾ വരദാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കുന്നവർ ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. എല്ലാം പെർഫെക്റ്റ് ആകും, തീർച്ചയായും എല്ലാം പെർഫെക്റ്റ് ആകും. കുറച്ച് സമയത്തിന് ശേഷം അവർ നിങ്ങളെ ഫോൺ ചെയ്തു പറയും, താങ്കൾ അന്ന് പറഞ്ഞില്ലേ എല്ലാം പെർഫെക്റ്റ് ആകുമെന്ന്, അതുപോലെ തന്നെ സംഭവിച്ചു, എല്ലാം പെർഫെക്റ്റായി. അങ്ങനെ താങ്കൾ പറയുന്നത് സത്യമായി ഭവിച്ചു. സിദ്ധപുരുഷന്മാർ പറയുന്നതാണ് യാഥാർത്ഥ്യമാകാറുള്ളത്. യു സെഡ് ഇറ്റ് ആൻഡ് ഇറ്റ് മാനിഫെസ്റ്റഡ്. ആർക്കു വേണമെങ്കിലും സിദ്ധപുരുഷന്മാരാകാം. എനിബഡി ക്യാൻ ബിക്കം ദാറ്റ്. സദുദ്ദേശത്തോടെയും വിശ്വാസത്തോടെയും അനുഗ്രഹങ്ങൾ നൽകുക. വെറുതെ എന്തെങ്കിലും പറയുകയല്ല, വിശ്വാസത്തോടെ. കേൾക്കുന്നവരിലും വിശ്വാസമുണ്ടാക്കും വിധമാണ് പറയേണ്ടത്. ആത്മാവിന് ആശീർവാദങ്ങളാണ് നൽകുന്നത്. പരമാത്മാവ് താങ്കളുടെ കൂടെയാണ് എന്ന് എനിക്ക് ഉറപ്പാണ്. എല്ലാം പെർഫെക്റ്റ് ആകും, ഉറപ്പാണ്. ദിസ് ഈസ് എ ലാംഗ്വേജ്. സ്പിരിച്വാലിറ്റി ഈസ് എ ലാംഗ്വേജ്. ഇതൊരു ഭാഷയാണ്. ആത്മീയത ഒരു ഭാഷയാണ്. ഹിന്ദി, ഇംഗ്ലീഷ്, ഗുജറാത്തി എന്നിങ്ങനെ പല ഭാഷകൾ ഉള്ളതുപോലെ ആത്മീയതയും ഒരു ലാംഗ്വേജാണ്. നമ്മുടെ വാക്കുകൾ വളരെ ഉയർന്നതും ശ്രേഷ്ഠവുമായി മാറുന്ന ഒരു ഭാഷയാണ് സ്പിരിച്വാലിറ്റി. ഉയർന്ന വൈബ്രേഷനിലുള്ള വാക്കുകളിലൂടെ നമ്മുടെ ഭാഷ ഉന്നതിയിലേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ മുൻപ് നമ്മുടെ വാക്കുകളിൽ ഉണ്ടായിരുന്ന കറകളും കയപ്പും അശുദ്ധിയും കലർപ്പും ഇതെല്ലാം ഇല്ലാതാകുന്നു. സത്യതയും ശുദ്ധതയും സ്വയത്തിൽ കൊണ്ടുവരുന്നവരാണ് ശക്തിശാലികളായ ആത്മാക്കളായി മാറുന്നത്. ഇങ്ങനെയാണ് പരമാത്മാവ് പറയുന്നത്. ഉള്ളിലും പുറത്തും പരിപൂർണമായ വിശുദ്ധി, സത്യത, അകത്തും പുറത്തും ശുദ്ധി. ഇനി നമ്മുടെ വാക്കുകളെ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ വാക്കുകളിൽ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്യാറുണ്ടോ? ശപിക്കാറുണ്ടോ? കുറ്റം പറയാറുണ്ടോ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് താഴ്ത്താറുണ്ടോ? അനുഗ്രഹങ്ങളുടെ ഓപ്പോസിറ്റാണ് ഇതെല്ലാം. ഇത് ബ്ലെസ്സിങ്സിൻ്റെ ഓപ്പോസിറ്റാണ്. അനുഗ്രഹങ്ങൾക്ക് മറ്റുള്ളവരെ ശ്രേഷ്ഠമാക്കാനും ഉയർത്താനുമുള്ള കഴിവാണുള്ളത്. അതുകൊണ്ട് തന്നെ ബ്ലെസ്സിങ്സിൻ്റെ ഓപ്പോസിറ്റിന് മറ്റുള്ളവരെ ഡൗൺ ആക്കാനും കഴിയും. നമ്മൾ ഡൗൺ ആവുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ ഡൗൺ ആക്കണമെന്ന് തോന്നുന്നത്. അനുഗ്രഹങ്ങൾ അസംഭവ്യമായ കാര്യങ്ങളെപ്പോലും സംഭവ്യമാക്കി മാറ്റും, അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത്. ഇത് വെറുതെ പറയുന്നതാണോ അതോ സത്യമാണോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സത്യമാണ്, അല്ലേ? ഇറ്റ് ഈസ് ട്രൂ. എങ്ങനെയാണ് ബ്ലെസ്സിങ്സ് ഇമ്പോസിബിളായ കാര്യങ്ങളെ പോസിബിളാക്കി മാറ്റുന്നത്?
അനുഗ്രഹങ്ങൾ വളരെ പവർഫുള്ളായ ഹൈ എനർജിയാണ്. ഏത് സിറ്റുവേഷനെയും മാറ്റിമറിക്കാൻ നമുക്ക് എനർജി, ഊർജം ആവശ്യമാണ്, അല്ലേ? ഒരാളുടെ കയ്യിൽ ധാരാളം പണമുണ്ടെങ്കിൽ എല്ലാവരും എന്താണ് പറയുക? ഇയാൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനാവും, ഇവന് ഒരു ബുദ്ധിമുട്ടുള്ളതായി ഒന്നുമില്ല. എങ്ങനെയാണ് അയാൾക്ക് എന്തും ചെയ്യാനാകുന്നത്? അയാളുടെ കയ്യിൽ പണത്തിൻ്റെ ബലമുണ്ട്, പവർ ഓഫ് മണി. ആരെങ്കിലും വലിയ പദവിയിലാണെങ്കിലും അയാൾക്ക് എന്തും ചെയ്യാനാവും, ഒന്നും അയാൾക്ക് പ്രശ്നമല്ല എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലേ? കാരണം അയാളുടെ കയ്യിൽ പദവിയുടെ, പൊസിഷൻ്റെ സ്വാധീനമുണ്ട്. പണത്തിൻ്റെയും പദവിയുടെയും ശക്തിക്ക് പലതും നേടിയെടുക്കാനാവുമെങ്കിൽ മനസ്സിൻ്റെ ശക്തിക്ക് എന്തെല്ലാമാണ് നേടിയെടുക്കാൻ കഴിയുക? പവർ ഓഫ് മൈൻഡ്. പണം, പദവി, മനസ്സ്, ഇവയിൽ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്? ഏതാണ് പ്രധാനമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാലും നമ്മൾ പണത്തിൻ്റെയും പദവിയുടെയും പിന്നാലെ തന്നെ പോകുന്നു. നമ്മൾ പറയും എല്ലാവരെയും സന്തോഷിപ്പിച്ച് നിർത്തണം, ആരെക്കൊണ്ട് എപ്പോൾ ആവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല അതിനായി ധാരാളം കോൺടാക്ട്സ് നിലനിർത്തുകയും ചെയ്യാറുണ്ട്. കർമ്മഫലങ്ങൾ നമ്മുടെ കൂടെ വരാത്ത ചില സമയങ്ങളുമുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ താങ്കളുടെ കുടുംബാംഗങ്ങൾ പോലും കൂടെ നിൽക്കില്ല, അവർ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ആ സമയത്ത് ആരെയാണ് ഓർമ്മ വരിക? നമ്മുടെ കണക്ഷനിലുള്ള ആളുകൾ ആവശ്യ സമയത്ത് സഹായത്തിന് എത്തില്ല, അവർക്കും തിരക്കുകളുണ്ടാവും, സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ നമ്മൾ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം വന്നാൽ അപരിചിതരായ ആരെങ്കിലും വന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തരും. ഇങ്ങനെയും സംഭവിക്കാറില്ലേ? നിങ്ങളുടെ ജീവിതത്തിലും ഇതുണ്ടായിട്ടുണ്ടാവും. കണക്ഷൻസിലുള്ള എല്ലാവരെയും വിളിച്ചു, ഞാൻ സ്ഥലത്തില്ല, എനിക്ക് തിരക്കാണ്, ഞാൻ യാത്രയിലാണ്, ഇങ്ങനെയൊക്കെയുള്ള മറുപടികളാണ് ലഭിച്ചത്. ഇനി എന്ത് ചെയ്യും എന്നാണ് നമ്മൾ അപ്പോൾ ചിന്തിക്കുക. പവർ ഓഫ് കോൺടാക്ട്സിന് ഒന്നും ചെയ്യാനാവില്ല, അത് നമ്മൾ അപ്പോഴാണ് തിരിച്ചറിയുക. പണത്തിന് പല കാര്യങ്ങളും ചെയ്യാനാവില്ല എന്ന് നമ്മൾ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ കണ്ടു. എന്നാൽ അനുഗ്രഹങ്ങൾക്ക്, ബ്ലെസ്സിങ്സിന് പലതും ചെയ്യാനാവും. നമ്മളെ ഒട്ടും അറിയാത്ത, ഒരു പരിചയവുമില്ലാത്ത ഒരു വ്യക്തി വരും, ഭഗവാന്റെ ഇൻസ്ട്രുമെൻ്റായി വന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്ത് തിരിച്ചു പോകും. എങ്ങനെയാണ് ആ വ്യക്തി, ആ മാലാഖ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്? ഞാൻ എൻ്റെ ബ്ലെസ്സിങ്സിലൂടെ ഞാൻ ഈ മാലാഖയെ എൻ്റെ ജീവിതത്തിലേക്ക് എത്തിച്ചതാണ്. ഐ ഹാഡ് ഏൺഡ് ദിസ് ഏഞ്ചൽ വിത്ത് മൈ ബ്ലെസ്സിങ്സ്. അല്ലാതെ എങ്ങനെ വരും? അതുകൊണ്ടാണ് ഇംപോസിബിളായ കാര്യങ്ങൾ പെട്ടെന്ന് പോസിബിൾ ആവുമ്പോൾ ആരുടെയോ വളരെ നല്ല അനുഗ്രഹമാണ് ഇവിടെ ഫലിച്ചത് എന്ന് നമ്മൾ പറയുന്നത്. വി ഡോണ്ട് ഗെറ്റ് ബ്ലെസ്സിങ്സ് ഫോർ ഫ്രീ. ഒരു അനുഗ്രഹവും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടില്ല. നമ്മുടെ കർമ്മങ്ങളിലൂടെ ആശീർവാദങ്ങൾ സമ്പാദിക്കുക തന്നെ വേണം. മാത്രമല്ല ബ്ലെസ്സിങ്സിൻ്റെ ഓപ്പോസിറ്റ് ആയാലോ? ആരുടെയോ ദൃഷ്ടിപ്പെട്ടു, കണ്ണുപെട്ടു, ഇങ്ങനെയൊക്കെയും നമ്മൾ പറയാറുണ്ട്. നിങ്ങൾക്ക് മറ്റാരുടെയെങ്കിലും മോശമായ ദൃഷ്ടിപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? സത്യം പറയൂ, ദൃഷ്ടിപ്പെടുമോ? ഇന്നലെ കുഞ്ഞിനെയും കൊണ്ട് ഒരു ഫംഗ്ഷന് പോയി എന്ന് വിചാരിക്കുക. കുട്ടി വളരെ സ്വീറ്റാണ് എന്ന് പലരും പറഞ്ഞു. പിന്നെ കുട്ടിയൊന്ന് ചെറുതായി തുമ്മിയാൽ പോലും നമ്മൾ എന്താണ് പറയുക? ഇന്നലെ ആരോ കുഞ്ഞിനെ കണ്ണുവെച്ചു. ഇതെല്ലാം നമ്മുടെ ലോ വൈബ്രേഷൻ എനർജിയാണ്. നമ്മൾ വേഗം കുഞ്ഞിൻ്റെ ദൃഷ്ടി പോകാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. കുഞ്ഞ് വളരെ സ്വീറ്റാണ് എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് ആകുന്നത് എങ്ങനെയാണ്? ഫംഗ്ഷനിൽ വന്ന 200 പേരിൽ 4 പേര് നെഗറ്റീവായി. അസൂയ, ദേഷ്യമൊക്കെയുള്ള തോട്ട്സ് ക്രിയേറ്റ് ചെയ്താലും ഒരു 100 പേരെങ്കിലും നല്ലത് ചിന്തിച്ചിട്ടുണ്ടാവും. എൻ്റെ അടുത്തേക്ക് 100 പോസിറ്റീവും 4 നെഗറ്റീവ് വന്നാലും കൂടുതലും പോസിറ്റീവ് അല്ലേ വരുന്നത്? പോസിറ്റീവിൻ്റെ റിസൾട്ട് പോസിറ്റീവ് തന്നെയായി മാറും, അല്ലേ? എന്നാൽ പോസിറ്റീവായി ചിന്തിക്കുന്നവരിലേക്ക് എൻ്റെ ഫ്രീക്വൻസി ടേൺഡ് ആവുന്നതേ ഇല്ല.
എൻ്റെ ഫ്രീക്വൻസിയിൽ ഇവർക്ക് എന്നോട് എന്തോ ദേഷ്യമുണ്ട്, അവർക്ക് എന്തോ പ്രോബ്ലമുണ്ട്, എല്ലാവർക്കും എന്നോട് ദേഷ്യമാണ്, എനിക്ക് അസുഖം വരുന്നത് പോലെയുണ്ട്, എനിക്ക് ദൃഷ്ടി പറ്റിയിട്ടുണ്ട്, എനിക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നുന്നു, എൻ്റെ പല കാര്യങ്ങളും പ്രശ്നത്തിലാകുന്നു. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നത്. വാട്ട് വി തിങ്ക് വിൽ ബി എ റിയാലിറ്റി. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് യാഥാർത്ഥ്യമായി മാറുന്നത്. നമ്മൾ ഒരു സുരക്ഷാ കവചം ധരിച്ച് ജീവിക്കണം. കാരണം നമുക്ക് ചുറ്റും ധാരാളം വൈബ്രേഷൻസ് ഉണ്ട്. ആളുകൾ നമ്മളെപ്പറ്റി നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുന്നതല്ല. ആളുകൾ സ്വയം നെഗറ്റീവ് എനർജിയിലാണ് ജീവിക്കുന്നത്. വൈബ്രേഷൻ വൈസ് നോക്കിയാൽ നമ്മൾ വളരെ പൊല്യൂട്ടഡായ മലിനമായ അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത്. അതിനാൽ ദിവസവും രാവിലെ നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നത് പോലെ ഒരു സങ്കല്പം മനസ്സിൽ കൊണ്ടുവരണം. പരമാത്മാവിൽ നിന്നുമുള്ള ശക്തികളും ഊർജവും എനിക്ക് ചുറ്റും ഒരു എനർജി സർക്കിളായി സുരക്ഷാ കവചം പോലെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ മനസ്സുകൊണ്ട് അവനവന് ചുറ്റും ഒരു ഊർജ വലയം വരയ്ക്കും. മനസ്സുകൊണ്ട് അവനവന് ചുറ്റും ഒരു സർക്കിൾ വരയ്ക്കണം. ക്രിയേറ്റ് എ കുക്കൂൺ ഓഫ് എനർജി അറൗണ്ട് യു. നിങ്ങൾക്ക് ചുറ്റും ഒരു സുരക്ഷാ കവചം. ഭഗവാനിൽ നിന്നുമുള്ള ശക്തികളുടെയും എനർജിയുടെയും ആ കവചത്തിനുള്ളിൽ നിങ്ങൾ നിൽക്കുന്നു. ആ കവചത്തിനകത്ത് നമ്മൾ സുരക്ഷിതരായിരിക്കും. ആളുകളുടെ ചിന്തകൾ വെറും ചിന്തകൾ മാത്രമാണ്. ഒരു ചിന്തയിൽ നിന്നും നമ്മളെ സംരക്ഷിക്കാനായി നമുക്ക് ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു സങ്കല്പം മാത്രമേ ആവശ്യമുള്ളൂ. ഇരുമ്പ് കൊണ്ട് ഇരുമ്പിനെ മുറിക്കുന്നത് പോലെ ചിന്തകൾ മറ്റു ചിന്തകളെ ഇല്ലാതാക്കുന്നു. അയൺ കട്ട്സ് അയൺ, തോട്ട് കട്ട്സ് തോട്ട്. ഇങ്ങനെ ഒരു സുരക്ഷാ കവചം സൃഷ്ടിച്ചാൽ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആവുമോ? തീർച്ചയായും പ്രൊട്ടക്റ്റഡ് ആവും. ഇത് ദിവസവും ചെയ്യുകയും വേണം. നമ്മുടെ ഓരോ ചിന്തകളും ഓരോ വൈബ്രേഷൻസ് ആണ്, അല്ലേ? നമ്മുടെ അടുത്തേക്ക് വരുന്ന ചിന്തകളും വൈബ്രേഷൻസ് ആണ്. നമ്മുടെ ചിന്തകൾ ഹയർ വൈബ്രേഷൻസിലും അവരുടേത് ലോവർ വൈബ്രേഷനിലുമാണ് ഉള്ളത്. താങ്കൾ ഹയർ വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ലോവർ വൈബ്രേഷന് അതിനകത്തേക്ക് പ്രവേശിക്കാനേ കഴിയില്ല. ജസ്റ്റ് കനോട്ട് എൻറ്റർ ഇറ്റ്. എല്ലായിടത്തും ചുറ്റിക്കറങ്ങി വന്നാലും ആരുടെയും ഉള്ളിലുള്ള കറകളും നെഗറ്റിവിറ്റിയും നിങ്ങളിലേക്ക് പ്രവേശിക്കില്ല. കാരണം താങ്കൾ ഒരു സുരക്ഷാ കവചം ധരിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് PPE കിറ്റ് ധരിച്ചിരുന്നില്ലേ? PPE കിറ്റ് ഇട്ട് ICUയിൽ വരെ പോകാമായിരുന്നു. അതിനകത്തേക്ക് ഒരു വൈറസിനും കടക്കാൻ കഴിയില്ല. അതുപോലെ പരമാത്മാവിൻ്റെ ശക്തികളും അനുഗ്രഹങ്ങളും എൻ്റെ 4 വശത്തും ഒരു സുരക്ഷാ കവചമായി നിൽക്കുന്നു എന്നാണ് സങ്കല്പിക്കേണ്ടത്. എന്നിട്ട് അതിനെ വിഷ്വലൈസ് ചെയ്യണം. പരമാത്മാവിൻ്റെ ശക്തികളും അനുഗ്രഹങ്ങളും എൻ്റെ ചുറ്റും ഒരു സുരക്ഷാ കവചമായി നിൽക്കുന്നു. ഒരു വെളുത്ത ദിവ്യമായ പ്രകാശം എനിക്ക് ചുറ്റുമുണ്ട്. ഇങ്ങനെ മനസ്സിൽ കാണണം. ഈ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പുറത്തേക്ക് പോകാം. ഈ ഒരു എനർജി ഷീൽഡ് ധരിക്കാതെ ഒരിക്കലും പുറത്തേക്ക് പോകരുത്. ഒരിക്കലും പോകരുത്. എനിക്കെൻ്റെ ഈ വൈറ്റ് ഡ്രസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ പിന്നെ എനിക്ക് ഈ എനർജി സർക്കിളും ധരിക്കണം. എന്നാൽ മാത്രമേ അല്പം അഴുക്കോട് കൂടിയ കൈകളോടെ ആരെങ്കിലും എൻ്റെ അടുത്തേക്ക് വന്നാൽ പോലും അവർക്ക് എന്നെ തൊടാതിരിക്കാൻ കഴിയുകയുള്ളൂ. ആ എനർജി എനിക്ക് വേണം. ഒരു എനർജി സർക്കിൾ വരയ്ക്കുന്നു. അതിലൂടെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇറ്റ് ഹാസ് സോ മച്ച് പവർ. അതിൽ ഇത്രയധികം ശക്തിയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപായി ഈ സുരക്ഷാ കവചത്തെ മറക്കാതെ ധരിക്കണമെന്ന് പറയുന്നത്. പരമാത്മാവിൽ നിന്നുമുള്ള ആശീർവാദങ്ങളെ നമ്മൾ സ്വന്തം ജീവിതത്തിൽ നിറയ്ക്കുമ്പോൾ മറ്റുള്ളവരുടെ ലോ വൈബ്രേഷണൽ എനർജികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? സത്യത്തിൽ മറ്റുള്ളവരുടെ വൈബ്രേഷനിലേക്ക് കടന്നു ചെന്ന് അവരുടെ വൈബ്രേഷൻ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മളാണ്.
അവർക്ക് എന്നോട് എന്താണ് ഇത്രയ്ക്കും വിരോധം, എനിക്കറിയുന്നില്ല, ഇവർക്ക് എന്നോട് എപ്പോഴും പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരുടെ വൈബ്രേഷൻ്റെ അകത്തേക്കാണ് ചെല്ലുന്നത്. അങ്ങനെ ആ എനർജികൾ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരുന്നു. ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് മറ്റാരുടെയും മോശമായ ദൃഷ്ടി പെടാറില്ല. പിന്നെ ആരുടെ ദൃഷ്ടിയാണ് നമുക്ക് കിട്ടാറുള്ളത്? മോശമായ ദൃഷ്ടി എന്നാൽ ലോവർ എനർജി എന്നാണ് അർത്ഥം. ബ്ലെസ്സിങ്സും ഈവിൽ ഐയും നമ്മൾ തന്നെയാണ് ശേഖരിച്ചു വെക്കുന്നത്. ആരിലാണോ പരമാത്മാവിൻ്റെ ദൃഷ്ടിയുള്ളത് അവരിലേക്ക് മറ്റാരുടെയും മോശമായ ദൃഷ്ടി പ്രവേശിക്കുകയില്ല. ലോവർ വൈബ്രേഷന് നമ്മളെ സ്വാധീനിക്കാനുള്ള ഒരു ശക്തിയുമില്ല. എന്നാൽ നമ്മൾ സ്വയം ഡിസ്റ്റർബ്ഡായി അതിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ വീടുകളിൽ പല പല വസ്തുക്കൾ തൂക്കിയിടുന്നു. അവയൊക്കെ വീടിനെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അവിടെയും ഇവിടെയുമൊക്കെയായി നമ്മൾ എന്തെല്ലാമാണ് വീടുകളിൽ തൂക്കിയിട്ടിട്ടുള്ളത് അല്ലേ? പ്ലീസ് റിമെമ്പർ, ഇറ്റ് ഈസ് എ വൈബ്രേഷൻ. ഭൗതികമായ ഒരു വസ്തുവിന് ഒരിക്കലും ഒരു വൈബ്രേഷനെ തടയാനുള്ള ശക്തിയില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. താങ്കളുടെ വൈബ്രേഷനു മാത്രമേ മറ്റൊരു വൈബ്രേഷനെ തടയാൻ കഴിയുകയുള്ളൂ.